എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ കറിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതും വളരെ ഈസി ആയിട്ട് വളരെ നല്ല ടേസ്റ്റിൽ നമ്മുടെ പണ്ട് കാലത്തുള്ള മുത്തശ്ശിമാരൊക്കെ നമുക്ക് നമ്മുടെ അമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന നാടൻ കറിയാണ് കേട്ടോ. ഇതാരും മിസ് ചെയ്യരുത്. പണ്ടൊന്നും വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആരും എടുക്കാറില്ലല്ലോ. ഇതുപോലുള്ള നാടൻ കറികളൊക്കെയാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെ. അപ്പം നമുക്കും അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇതൊക്കെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് തന്ന കറിക്കൂട്ടുകളാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നു. അപ്പം ഞാനിവിടെ തക്കാളി, വെള്ളരിക്ക, പച്ചമാങ്ങ, 3-4 പച്ചമുളക് നീളത്തിൽ നടുവ കീറിയതാണ് കേട്ടോ. ഇതേ രൂപത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മൾ കറി വയ്ക്കുമ്പോൾ കറി വയ്ക്കുന്നതിൻ്റെ അരിഞ്ഞെടുക്കുന്നതിലും ഉണ്ട് കേട്ടോ പ്രത്യേകതകളൊക്കെ. അപ്പോൾ ഇതേ രൂപത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു കുക്കറിൽ ഒരു വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 സ്പൂൺ മുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മുടെ ഈ കറിക്ക് ആവശ്യമായ അരപ്പൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങ ആയതുകൊണ്ട് 1/4 തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 1/2 സ്പൂൺ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ തക്കാളിയും വെള്ളരിക്കും എല്ലാം വെന്തിട്ടുണ്ട്. ഒരു വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് വാങ്ങി വെച്ച് കൊടുക്കാം, അത് തണുക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തക്കാളി, വെള്ളരിക്ക, മാങ്ങ ഇതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ, 2 വിസിലൊന്നും അടിക്കരുത്. ഇനി നമുക്കൊരു കടായി ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ പച്ചമണം എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കാൻ ശ്രമിക്കുക. ഒരല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നിങ്ങൾ നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പം നമ്മുടെ അരപ്പെല്ലാം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ല പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി, മാങ്ങ, വെള്ളരിക്ക കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് തന്നെ ചൂടായി കിടക്കുന്നതാണ്. അതിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഒരു പാൻ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് 3-4 വലിയ ഉള്ളിയാണ് ഇട്ടത്. അതൊന്ന് സ്ലൈസ് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂപ്പിച്ചെടുക്കരുത്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്തോളുണ്ട് കേട്ടോ. ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഇതിലേക്ക് ഈ കറിക്ക് നന്നായിട്ട് വേണം. അത് നല്ല സ്മെല്ലുള്ള നല്ല കറിവേപ്പില എടുത്തോളൂ, മൂത്ത കറിവേപ്പില. ഇതുകൂടി നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. പകുതി മൂപ്പാവുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം ആ ചൂടിൽ തന്നെ ഈ ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ ഇതൊന്ന് മൂക്കട്ടെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ, അതിൽ കൂടരുത്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. കാരണം അതിൻ്റെ സ്മെല്ല് അതിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് പണ്ട് കാലത്തുള്ള ടിപ്സുകൾ, നമ്മുടെ അമ്മൂമ്മമാരുടെയൊക്കെ ടിപ്സുകൾ ഇതൊക്കെയാണ്. ഇനി നമ്മൾ ഈ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈ വറവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം, ഒരുപാട് തണുത്ത് പോയിട്ടില്ല, ചെറു ചൂടുണ്ട് കേട്ടോ നമ്മുടെ ഈ വറവിന്. അതിലേക്ക് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി കൂടി ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നമ്മൾ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ കറിക്കൂട്ടിലേക്ക് ഇതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ആ നാടൻ കറിയുടെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും എല്ലാം വരുന്നുണ്ട്. ഇനി കുറച്ച് കറി നമ്മൾ ആ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആ എണ്ണ എല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ. ഇതാരും മിസ് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ കൊള്ളില്ല, അങ്ങനെയുള്ളതൊക്കെ ചിലർക്കൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾ മടി വിചാരിക്കരുത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയില്ല നാടൻ കറികൾ എന്നുള്ളത്. നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ എന്നാലും അവർ ഉണ്ടാക്കുന്നത് നമുക്കുണ്ടാക്കാൻ അറിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള കറികളൊക്കെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കും ആരോഗ്യം വേണ്ടേ. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും മസാല കറി തന്നെ കൂട്ടി വയറും എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള നാടൻ കറികളൊക്കെ കൂട്ടി നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കാമെന്ന് ഞാൻ നിങ്ങളോടെല്ലാം റിക്വസ്റ്റ് ചെയ്യുകയാണ്. കൂടുതലും ഇതുപോലുള്ള നാടൻ കറികൾ ഈ ഒരു തലമുറ കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് അത് നമുക്ക് കൂടി ഷെയർ ചെയ്ത് തരുക. പിന്നെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.